ഹരി ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021 മുതൽ 2025 വരെ നടന്ന വിവിധ PSC പരീക്ഷകളിൽ IT-യുമായി ബന്ധപ്പെട്ട ചോദിച്ച ചോദ്യങ്ങൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വരാനിരിക്കുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. PSCയിലെ ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. IT-യുമായി ബന്ധപ്പെട്ടിട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, അതുപോലെ ലാബ് അസിസ്റ്റൻറ്റ്, അതിൻ്റെയൊക്കെ സിലബസിൽ 3 മാർക്ക് വരെ ചോദ്യങ്ങൾ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 3 മാർക്കും നിങ്ങൾക്ക് നേടാനാവട്ടെ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകും മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ലാംഗ്വേജ് പ്രോസസ്സർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കറക്റ്റ് ആൻസർ. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളൊരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണ്? വിൻഡോസ്, ലിനക്സ്, ഉബണ്ടു. ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ മിക്കവരുടെയും മൊബൈൽ ഫോണിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. അത് ഏതാണ്? ആൻഡ്രോയിഡ്. iOS മൊബൈൽ ഫോണുകളും ഉണ്ട് കേട്ടോ. ആൻഡ്രോയിഡാണ് മൊബൈൽ ഫോണുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് പുറത്തിറക്കിയത് ആരാണ്? ഗൂഗിളാണ്. ഗൂഗിളിൻ്റെയാണ് ഈ ആൻഡ്രോയിഡ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ വിൻഡോസിന് പല വേർഷൻസും ഉണ്ട് കേട്ടോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിങ്ങിനായി ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. അത് കറക്റ്റാണ്. അടുത്തത് പ്രൈമറി മെമ്മറി വേഗമേറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് ചെറിയ സംഭരണശേഷി മാത്രമേ ഉള്ളൂ. അതും കറക്റ്റാണ്. അതായത് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് CPU-നെ നേരിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ്. വേഗത കൂടിയതാണ്, പക്ഷേ സ്റ്റോറേജ് സ്പേസ് വളരെ കുറവാണ്. പുറത്ത് തന്നെ വോളറ്റൈലുമാണ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈസ് പവർ ഓൺ ആവുന്ന സമയത്ത് മാത്രമേ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ ഈ മെമ്മറിക്ക്. അതുകൊണ്ടാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. സെക്കൻഡറി സ്പേസ് മെമ്മറിക്ക് സ്റ്റോറേജ് സ്പേസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ഡിവൈസിൽ പ്രൈമറി മെമ്മറി കൂടാതെ സെക്കൻഡറി മെമ്മറി കൂടി വേണമെന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റാണ്. അടുത്തത് റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വോളറ്റൈൽ മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ്. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറിയാണ് നോൺ വോളറ്റൈൽ. അതായത് പവർ ഓഫായി കഴിഞ്ഞാലും അതൊന്നും നഷ്ടപ്പെടില്ല. അതാണ് നോൺ വോളറ്റൈൽ. ഈ റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനും കറക്റ്റാണ്. ഇവിടെ 3 ഓപ്ഷനും കറക്റ്റാണ്. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായി പ്രധാനമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ലിങ്ക്ഡിൻ, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ലിങ്ക്ഡിൻ ജോബ് സെർച്ചിനൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റും ടിക്ടോക്കും ഒക്കെ സോഷ്യൽ നെറ്റ്വർക്കിനാണ് യൂസ് ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ ഡാറ്റ അയക്കാൻ കഴിയുമ്പോഴും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രശ്നമാകാൻ സാധ്യതയുള്ളത് ഏതാണ്? തെറ്റായ IP കോൺഫിഗറേഷൻ, ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാൾ, പിഴവുള്ള നെറ്റ്വർക്ക് കേബിൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. എന്താണ് IP കോൺഫിഗറേഷൻ? ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനുമുള്ള യുണീക്ക് അഡ്രസ്സാണ് IP കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഫയർവാൾ എന്നാൽ എന്താണ്? ചില പർട്ടിക്കുലർ സെക്യൂരിറ്റി റൂൾസ് വെച്ചിട്ട് നമ്മുടെ നെറ്റ്വർക്കിലെ ട്രാഫിക്കിനെ അലോ ചെയ്യുന്നുണ്ട്. അലോ ചെയ്യുകയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്ന നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസാണ് ഫയർവാൾ എന്ന് പറയുന്നത്. അപ്പോൾ
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായ IP കോൺഫിഗറേഷൻ, ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാൾ, പിഴവുള്ള നെറ്റ്വർക്ക് കേബിൾ ഇതൊക്കെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ ഡാറ്റ അയക്കുന്നതിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. IT ആക്ട് 2000 പ്രകാരം ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവ ഇമെയിൽ ആക്സസ് ചെയ്യാനുള്ള പാസ്വേഡായി സേവനം ചെയ്യുന്നു. ഇവ സുരക്ഷിതമായ ഓൺലൈൻ ഇടപാടുകൾക്കായിട്ട് എൻക്രിപ്ഷൻ രീതിയായി പ്രവർത്തിക്കുന്നു. ഒരു ഇലക്ട്രോണിക് സന്ദേശം അയച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ സാധൂകരിക്കുന്നു. ഇത് സർക്കാർ അംഗീകാരങ്ങൾക്കായിട്ട് മാത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒരു ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ ഉപകരണങ്ങളെയോ തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഫയലുകളാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. എന്താണ്? ഒരു ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയോ ഉപകരണങ്ങളെയോ തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഫയലുകളാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പോൾ ഇൻ്റർനെറ്റിലൂടെ ഡാറ്റ അയക്കുന്ന വ്യക്തിയുടെ വിശ്വസ്തത അത് ഉറപ്പുവരുത്തുന്ന സംവിധാനം കൂടിയാണിത്. അപ്പോൾ ഇതിൽ അങ്ങനെ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒരു ഇലക്ട്രോണിക് സന്ദേശം അയച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ സാധൂകരിക്കുന്നു. അതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ പറയുന്നത്. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റം സൈബർ ടാമ്പറിംഗ്, സൈബർ ഫിഷിംഗ്, സൈബർ ഹാക്കിംഗ്, സൈബർ ടൈറ്റിസ് അല്ല ടെററിസം ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എന്താണ് സൈബർ ടാമ്പറിംഗ്? നമ്മൾ അയക്കുന്ന ഒരു ഇൻഫർമേഷനെ ഓൾട്ടർ ചെയ്തിട്ട് വേറൊരു തരത്തിൽ മാറ്റുന്നതിനാണ് സൈബർ ടാമ്പറിംഗ് എന്ന് പറയുന്നത്. അതായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചു, അതിൽ നമ്മൾ അയച്ച മെസ്സേജ് ആയിരിക്കില്ല കിട്ടുന്ന ആൾക്ക്, അതിനെ ആൾട്ടർ ചെയ്തിട്ടുണ്ടാകും. അതാണ് സൈബർ ടാമ്പറിംഗ് എന്ന് പറയുന്നത്. ഇനി സൈബർ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രോഡായിട്ടുള്ള ഇമെയിൽ, ഫോൺ കോള്, ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വഴിയിട്ട് ഇപ്പോൾ OTP ഷെയർ ചെയ്യാൻ പറയുക, അതുപോലെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അതൊക്കെ ഷെയർ ചെയ്യാൻ പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് സൈബർ ഫിഷിങ്ങിൽ ഉൾപ്പെടുന്നത്. ഈ സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ എന്താ? സെർവേഴ്സൊക്കെ ഹാക്ക് ചെയ്തിട്ട് സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ചോർത്തിയെടുക്കുന്നതിനെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. ഇപ്പോൾ സെൻസിറ്റീവായ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇൻഫർമേഷൻ ആവാം, ഇക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവാം, ഇനി ബിസിനസ് ഓപ്പറേഷൻസും ആവാം. ഇതൊക്കെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. ഇവിടെ ഉത്തരം വരുന്നത് സൈബർ ടാമ്പറിംഗ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവര സാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ 2 വർഷം 2 ലക്ഷം, 3 വർഷം 2 ലക്ഷം, 3 വർഷം 5 ലക്ഷം, 5 വർഷം 10 ലക്ഷം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 5 വർഷവും 10 ലക്ഷം രൂപ പിഴയുമാണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവര സാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ. അടുത്ത ചോദ്യം. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന 2 നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെഴുതുക. റൂട്ടർ, ഹബ്ബ്, സ്വിച്ച്, ഗേറ്റ് വേ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ഗേറ്റ് വേ ആണ്. റൂട്ടർ എന്ന് പറഞ്ഞാൽ IP അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. എന്താണ്? IP അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ അത് പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. ഹബ് എന്ന് വെച്ചാൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ അതിനെ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്. എന്താണ്? കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമുള്ള കമ്പ്യൂട്ടറുകളിലേക്ക് മാത്രം ഡാറ്റ കൈമാറ്റം ചെയ്യുന്ന ഉപകരണമാണ് സ്വിച്ച്. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമുള്ള കമ്പ്യൂട്ടറുകളിലേക്ക് മാത്രം ഡാറ്റ കൈമാറ്റം ചെയ്യുന്ന ഉപകരണമാണ് സ്വിച്ച്. ഗേറ്റ് വേ എന്ന് വെച്ചാൽ പറഞ്ഞു ചോദ്യത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ. അപ്പോൾ ഉത്തരം വരുന്നത് ഗേറ്റ് വേ ആണ് ഇവിടെ, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം നോക്കാം. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്
രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേര്. ഈ ഡിസ്ട്രിക്റ്റ്, ഈ സേവനം, അക്ഷയ, ഫ്രണ്ട്സ്. ഈ സേവനമാണ് ഉത്തരം. ഈ ഡിസ്ട്രിക്റ്റ് എന്താ? ആളുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ കോമൺ സർവീസ് സെൻ്ററുകൾ മുഖാന്തരം എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഡിസ്ട്രിക്റ്റ് എന്ന പ്രൊജക്റ്റ് ആരംഭിച്ചിട്ടുള്ളത്. എന്താണ്? ആളുകൾക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ കോമൺ സർവീസ് സെൻ്ററുകൾ CSC അത് മുഖാന്തരം എളുപ്പത്തിൽ ലഭ്യമാക്കുക. ആ ഉദ്ദേശമാണ് ഈ ഡിസ്ട്രിക്റ്റിനുള്ളത്. അക്ഷയ എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ്. ഈ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അടുത്തത് എന്താ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ ബില്ലുകൾ, നികുതികൾ, ഫണ്ടുകൾ മുതലായവ അടയ്ക്കാനുള്ള ഒരു ഏകജാലക സംവിധാനമാണ് ഫ്രണ്ട്സ്. ബില്ലുകൾ, നികുതികൾ, ഫീസുകൾ തുടങ്ങിയവയ്ക്ക് അടയ്ക്കാനുള്ള കേരള സർക്കാരിൻ്റെ ഏകജാലക സംവിധാനമാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ഈ സേവനമാണ് ഉത്തരം. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേര് ഈ സേവനം എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. IT ആക്ട് 2000 സെക്ഷൻ 66F എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? സൈബർ ഭീകരത, പകർപ്പവകാശ ലംഘനം, കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പ്, സൈബർ ഹരാസ്മെൻറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സൈബർ ഭീകരതയെക്കുറിച്ചാണ് IT ആക്ട് 2000 സെക്ഷൻ 66F സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന സൈബർ നിയമമാണ് IT ആക്ട് 2000 എന്ന് പറയുന്നത്. അതിൽ 13 ചാപ്റ്റർ, 94 സെക്ഷനുകൾ, 4 പട്ടികകൾ ഉണ്ടായിരുന്നു. എത്ര എണ്ണം? 13 ചാപ്റ്ററുകൾ, 94 സെക്ഷനുകൾ, 4 പട്ടികകൾ. സെക്ഷൻ 65 സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇൻഫർമേഷനെ ആൾട്ടർ ചെയ്യുന്നതിനെയാണ് സൈബർ ടാമ്പറിങ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചാണ് സെക്ഷൻ 65 പറയുന്നത്. 66 ഹാക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. 66 B, C, D, E, F അങ്ങനെയൊക്കെ ഉണ്ട്. 66B ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണ വസ്തുക്കൾ സ്വീകരിക്കൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. 66C ഐഡൻറ്റിറ്റി തെഫ്റ്റ്. 66D വയലേഷൻ ഓഫ് പ്രൈവസി. 66F ഈ സൈബർ ടെററിസം പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. 13 ചാപ്റ്ററും 94 സെക്ഷനുകളും 4 പട്ടികകളുമാണ് IT ആക്ട് 2000 ഉള്ളത്. സെക്ഷൻ 65 സൈബർ ടാമ്പറിങ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. 66 ഹാക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. 66B, C, D, F അങ്ങനെയുണ്ട്. 66B ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണ വസ്തുക്കൾ സ്വീകരിക്കൽ ഇതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 66C ഐഡൻറ്റിറ്റി തെഫ്റ്റ്. 66D വയലേഷൻ ഓഫ് പ്രൈവസി. 66F സൈബർ ടെററിസം എന്നിങ്ങനെയൊക്കെയാണ് ഓരോ സെക്ഷനിലും പറയുന്നത്. ഇനിയും കുറച്ചുകൂടി വകുപ്പുകളുണ്ട്. ഇതുവരെ പറഞ്ഞത് എന്തായാലും ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത്? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ? അതാണ് ഉത്തരം വരുന്നത്. 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ആണ് ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ബാക്കി ഓപ്ഷൻസ് വായിക്കേണ്ടതില്ല. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. അടുത്ത ചോദ്യം. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏത്? 5 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും അല്ല. 2 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും അല്ല. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. അതാണ് കറക്റ്റ് വരുന്നത്. നമ്മുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അതൊക്കെ ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പും പാസ്വേഡൊക്കെ
സത്യസന്ധമല്ലാതെ മറ്റൊരാൾ ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്ന ശിക്ഷയാണ് 3 വർഷം വരെ തടവും 1,00,000 രൂപ വരെ പിഴയും എന്നത് ഓർത്തേക്കുക. അടുത്തതിൽ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. പ്ലോട്ടർ ഇൻപുട്ട് ഡിവൈസ്, റാം വോളറ്റൈൽ മെമ്മറി, ഓപ്പൺ ഓഫീസ് ബേസ്ഡ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ, MICR ഇൻപുട്ട് ഡിവൈസ്. ഇതിൽ പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശരിക്കും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. എന്തിനാണ് പ്ലോട്ടർ ഉപയോഗിക്കുന്നത്? ഹൈ ക്വാളിറ്റി ഇമേജസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ളതൊക്കെയാണ് ശരി. റാം വോളറ്റൈൽ മെമ്മറിയാണ്, കറക്റ്റാണ്. ഓപ്പൺ ഓഫീസ് ബേസ്ഡ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. അടുത്ത ചോദ്യം, ഇതും സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണ്? ഐരാവത്. ഐരാവതാണ് കറക്റ്റ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ഇക്യൂബ് എന്നാണ് കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേര്. ഇക്യൂബ് എന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ചേരുംപടി ചേർക്കുക. ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദുരുദ്ദേശത്തോടു കൂടിയിട്ട് കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക. അതാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഒന്നാമത് ഡി ആണ്. ഡി ആയിട്ടാണ് മാച്ചിങ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക. അതാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക. അതാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. സൈബർ ടെററിസം എന്ന് പറയുന്നത് ദേശീയ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. ഇതാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. ഇവിടെ 1 ഡി ആയിട്ടാണ് മാച്ചിങ് എന്ന് പറയുന്നത്, 2 സി ആയിട്ടാണ്, 3 എ ആയിട്ടാണ് മാച്ചിങ് വരുന്നത്, 4 സൈബർ ടെററിസം ബി ആയിട്ടാണ് മാച്ചിങ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. അതും ഈ ക്രാക്കിംഗ്, ഫിഷിംഗ്, സൈബർ സ്ക്വാട്ടിംഗ് ഈ പേരുകളും അതിൻ്റെ ഡെഫിനിഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞിരുന്നു. ഹാക്കിങ് അതൊക്കെ പറഞ്ഞിരുന്നു. അതും കൂടി, അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഓർത്തു വയ്ക്കുക. അത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ബ്രൗസിംഗ് സ്പീഡ് കൂട്ടാൻ, ബ്രൗസിംഗ് ചരിത്രം സൂക്ഷിക്കാൻ, ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ, ബ്രൗസിംഗ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് പിക്ചർ, ഇമേജ്, പിക്ക്, IMG. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. IMG എന്നുള്ളതാണ് HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ്. ഒരു LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഹബ്ബ്, റൂട്ടർ, റിപ്പീറ്റർ, സ്വിച്ച്. റൂട്ടറാണ് ഒരു LAN ഇൻ്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഹബ്ബ് എന്താണ്, സ്വിച്ച് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ പറഞ്ഞിരുന്നു. അതൊന്ന് റിപ്പീറ്റ് അടിച്ചൊന്ന് കണ്ടു നോക്കുക. ഹബ്ബ് എന്താണ്, സ്വിച്ച് എന്താണെന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അടുത്തത്, IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി നാസ്കോം, സർട്ടിൻ, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, ട്രായ്, നീതി ആയോഗ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. 2004 ഈ സർട്ടിൻ എന്നുള്ളത് നിലവിൽ വന്നത്. ITBPM ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര സംഘടനയാണ് നാസ്കോം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. എന്താണ്? ITBPM മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര സംഘടനയാണ് നാസ്കോം. ITBPM എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര സംഘടനയാണ് നാസ്കോം.
IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡിയാണ് സർട്ടേൺ. 2004 ഇത് നിലവിൽ വന്നത്. അപ്പോൾ നമ്മൾ IT-യുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ അതിൻ്റെ അനുബന്ധ വസ്തുതകളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.